ഇന്ന് നമ്മൾ ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ന ചാപ്റ്ററിൽ ഓർഗനൈസേഷൻ ആൻഡ് ദ സോഴ്സ് ഓഫ് ഡാറ്റ ഓക്കെ അപ്പോൾ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ എലമെൻറ്റുകളാണ് ഒരു ഡാറ്റയിൽ വരുന്നത് അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഇൻഫോർമേഷനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡാറ്റ പല രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കണ്ടൻറ്റ് നമുക്ക് പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് വണ്ണാണ് ഡാറ്റ. ഓക്കെ, ഡാറ്റ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻസോ ഇവൻറ്റ്സോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡാറ്റ ആയിട്ട് കൺസിഡർ ചെയ്യുക. ബട്ട് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫീച്ചറായിട്ട് പറയുന്നത് വിത്തൗട്ട് മീനിങ് ആയിട്ടായിരിക്കും നമുക്കൊരു ഡാറ്റ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു 96 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്. ആക്ച്വലി 96 എന്താണെന്ന് നമുക്കറിയില്ല. അത് ഏജ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്പർ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും സബ്ജക്റ്റിൻ്റെ മാർക്കാണോ നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം ഡാറ്റയുടെ ഒരു ഫീച്ചറായിട്ട് അല്ലെങ്കിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററായിട്ട് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് കൺവേ എനി സ്പെസിഫിക് മീനിങ്. ഡാറ്റയാണ് അതല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും തിങ്സ് ഇവൻറ്റ്സ് ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ആൻഡ് ക്ലാസിഫൈഡ് ആൻഡ് സ്റ്റോർഡ്. ബട്ട് നമുക്കതിൽ മീനിങ് എന്താണെന്ന് നമുക്ക് അറിയില്ല. ആ ഒരു ഡാറ്റയെ നമ്മൾ മീനിങ് ഫുള്ളായിട്ട് പ്രോസസ്സ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്കൊരു ഇൻഫോർമേഷനായിട്ട് അവൈലബിൾ ആകുന്നത്. ഓക്കെ, എന്നാൽ മാത്രമാണ് ഒരു റെസിപ്റ്റിന് ഇപ്പോൾ നമ്മൾ ഒരു സെൻഡർ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു ഡാറ്റയെ നമ്മളത് പ്രോസസ്സ് ചെയ്തെടുക്കുമ്പോഴാണ് ഒരു ഇൻഫോർമേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു റെസിപ്റ്റിന് അത് കൺവേ ചെയ്യാനും അതെന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് നമുക്കൊരിക്കലും ഡാറ്റയുടെ ബേസിസിൽ ഒരിക്കലും ഡിസിഷൻ മേക്കിംഗ് പറ്റില്ല. ഇൻഫോർമേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു റെസിപ്റ്റിന് നല്ല ഒരു ആക്ഷൻ എടുക്കാനും അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് ഹെൽപ്ഫുള്ളായിരിക്കും. അടുത്തതാണ് നോളേജ്. ഓക്കെ, നോളേജ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിൽ ഡീപ്പായിട്ടുള്ള കാര്യമായിരിക്കും. നമുക്ക് എന്താണെന്ന് അറിയുന്നതൊക്കെ അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയുമ്പോഴാണ് നമ്മൾ നോളേജ് എന്ന് പറയുന്നത്. ആ നോളേജ് ഡെലിവർ ചെയ്യുന്നത് ആക്ച്വലി ഏതെങ്കിലും എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഏരിയനെ നല്ല രീതിയിൽ നോളജബിൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കും അത് ഡെലിവർ ചെയ്യുക. ഓക്കെ, അതാണ് എന്ത് പറയുന്നത് നോളേജ് എന്ന് നമ്മളതിനെ ടേം പറയുന്നത്. ആ ഒരു നോളേജ് ക്യാൻ ബി ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ഇൻ മേക്കിംഗ് ഡിസിഷൻ. ഓക്കെ, ഡിസിഷൻ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഡിസിഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് നമുക്ക് ഈ ഒരു നോളജിൻ്റെ ബേസിസിലായിരിക്കും കൂടുതലായിട്ട് പറ്റുന്നത്. അങ്ങനെ 3 എലമെൻറ്റ് നമ്മൾ കണ്ടു. ഒന്ന് ഡാറ്റ, ഇൻഫോർമേഷൻ ആൻഡ് നോളജ്. ഇനി അടുത്തത് ഡാറ്റയെ പല രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ 3 ആയിട്ടാണ് അതിൽ ഡിവൈഡ് ചെയ്യുന്നത്. ദ 3 ടൈപ്സ്. ഫസ്റ്റ് വൺ ഇൻറ്റേർണൽ ഡാറ്റ, എക്സ്റ്റേർണൽ ഡാറ്റ ആൻഡ് പേഴ്സണൽ ഡാറ്റ ആൻഡ് നോളജ്. ഇൻറ്റേർണൽ ഡാറ്റ നമുക്ക് എന്താണെന്ന് അറിയാം. ഓക്കെ, ഇൻറ്റേർണലി അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇൻറ്റേർണൽ ഡാറ്റയായിട്ട് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ടുകൾ, അതായത് ഏതെങ്കിലും ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ റിപ്പോർട്ടുകളായിരിക്കും. അതെന്താണ് ഇൻറ്റേർണൽ ആണ്. അത് ഇൻറ്റേർണൽ ഡിസിഷൻ മേക്കിങ്ങിനാണ് കൂടുതലായിട്ട് ആ ഒരു ഡാറ്റ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ അക്കൗണ്ടിങ് റിസോഴ്സസ്, സെയിൽസ് ഫോഴ്സ് റിപ്പോർട്ട്, ഇൻറ്റേർണൽ എക്സ്പേർട്സ്, മിസ്ലേനിയസ് റിപ്പോർട്ട്സ്. ഓക്കെ, ഇതൊക്കെ അതായത് ഇൻറ്റേർണൽ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ കമ്പനിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഡാറ്റ, അതാണ് ഇൻറ്റേർണൽ ഡാറ്റ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് എക്സ്റ്റേർണൽ ഡാറ്റ. എന്താണ്? ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വരാത്ത അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഓർഗനൈസേഷനിൽ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത് എക്സ്റ്റേർണൽ ഡാറ്റ. അതിന് 2 ടൈപ്പാണ് ഒന്ന് വരുന്നത്. ഒന്ന് ഗവൺമെൻറ് പബ്ലിക്കേഷൻ ആൻഡ് സെക്കൻഡ് വൺ നോൺ ഗവൺമെൻറ് പബ്ലിക്കേഷൻസ്. ഗവൺമെൻറ് പബ്ലിക്കേഷൻ നടത്തുന്ന ഫോർ എക്സാമ്പിൾ രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇപ്പോൾ എന്തെങ്കിലും നമുക്കറിയാം സർവേ ഒക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സർവേ നടക്കുന്നത് ആക്ച്വലി കമ്പനിയാണോ അല്ല, അത് ഹോൾ ഇന്ത്യ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ മൊത്തമായിട്ടുള്ള ഡാറ്റയാണ് സെൻസസ് ആയിട്ട് അല്ലെങ്കിൽ സർവേയുടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ പബ്ലിഷ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് അതോറിറ്റീസ് ഉണ്ട്.
അങ്ങനെയുള്ള കുറച്ച് ഇതാണ്. ഒന്ന് നമ്മുടെ RBI, ലേബർ ബ്യൂറോ, നാഷണൽ സാമ്പിൾ സർവേ, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഇപ്പം നമ്മൾ ഈ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് അവരൊക്കെയാണ് കൂടുതൽ അപ്പോൾ ഏതെങ്കിലും പ്രൊഡക്റ്റിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു കൺട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരാണ് ഇൻഫോർമേഷൻ നമുക്ക് പാസ് ചെയ്യും. ഇപ്പോൾ നിങ്ങളൊരു ടേബിൾ കാണുകയാണെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ സോഴ്സ് നമുക്ക് കാണാൻ പറ്റും. അത് ഏത് കമ്പനി അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനാണ് അത് ഡെലിവർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗവൺമെൻറ് അതോറിറ്റീസ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് ഗവൺമെൻറ് പബ്ലിക്കേഷൻസ്. നെക്സ്റ്റ് ആണ് നോൺ ഗവൺമെൻറ് പബ്ലിക്കേഷൻസ്. എന്തായിരിക്കും? ഗവൺമെൻറ് ഒഫീഷ്യൽസ് അല്ലാത്ത കമ്പനികൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റ്സ് ആണ് എന്തായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക? നോൺ ഗവൺമെൻറ് പബ്ലിക്കേഷൻസ്. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ കോട്ടൺ മിൽ അസോസിയേഷൻ, വേരിയസ് ചാമ്പർ ഓഫ് കൊമേഴ്സ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, വേരിയസ് അസോസിയേഷൻ ഓഫ് പ്രസ് മീഡിയ, എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇങ്ങനെയുള്ള പല ഗവൺമെൻറ് അല്ലാത്ത ഹൈ അതോറിറ്റീസ് അല്ലാത്ത നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഏജൻസീസ് പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റയാണ് ഏത് പറയുന്നത്? നോൺ ഗവൺമെൻറ് പബ്ലിക്കേഷൻ. അപ്പോൾ ഇൻറ്റേർണൽ കണ്ടു, എക്സ്റ്റേണൽ കണ്ടു. അടുത്തതാണ് പേഴ്സണൽ ഡാറ്റ ആൻഡ് നോളജ്. എന്തായിരിക്കും പേഴ്സണൽ ആയിട്ടുള്ള? അപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്പേർട്ടിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും നോളജ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ളതാവും. അതൊക്കെ എന്താണ്? ഓരോ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് പേഴ്സണൽ ഡാറ്റ ആൻഡ് നോളജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് സബ്ജക്റ്റീവ് എസ്റ്റിമേറ്റ്സ് ഓഫ് സെയിൽസ്, ഒപ്പീനിയൻ അബൌട്ട് വാട്ട് ദ കോമ്പറ്റേഴ്സ് ആർ ലൈക്ലി ടു ഡു ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻസ് ഓഫ് ന്യൂസ് ആർട്ടിക്കിൾസ്. പിന്നെ അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെ ഒപ്പീനിയൻസ്, ഇതൊക്കെയാണ് നമ്മൾ പേഴ്സണലായിട്ട് കൺസിഡർ ചെയ്യുക. അതെവിടെയും പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ന്യൂസ് ചാനലിപ്പോൾ ഡിബേറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ആ ഒരു ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ആൾക്ക് എന്താണോ തോന്നുന്നത് അതിൻ്റെ രീതിയിലുള്ള നോളജസ് ഒപ്പീനിയൻസ് നമ്മൾ ഡെലിവർ ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ആക്ച്വലി പേഴ്സണൽ ഡാറ്റ ആൻഡ് നോളജ്. അപ്പോൾ ഇങ്ങനെയാണ് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ ആൻഡ് പേഴ്സണൽ ഡാറ്റ. ഇനി അടുത്തതാണ് ഡാറ്റ കളക്ഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഡാറ്റ കളക്ഷൻ എങ്ങനെയാണ്? പ്രൈമറി സോഴ്സ് ഉണ്ട്, സെക്കൻഡറി സോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്താണ്? നമ്മൾ നേരിട്ടിട്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഡാറ്റ കളക്ട് ചെയ്യുന്നതിനാണ് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി എന്താണ്? ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡാറ്റ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നു. ഇനി അടുത്തൊരു ടേമാണ് ഡാറ്റ ക്വാളിറ്റി. ഡാറ്റ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കളക്ട് ചെയ്യുന്ന ഡാറ്റയിൽ ക്വാളിറ്റി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. നമ്മൾ അവിടെ ഇവിടെ നിന്ന് കിട്ടുന്ന ഡാറ്റ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കസ്റ്റമേഴ്സിന് എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷനോ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് ഉള്ള ഏതെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്ന വ്യക്തി അതിൻ്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ നോക്കണം. ഒരു ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ഡാറ്റയാണ് ഒരു വ്യക്തി കളക്ട് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ കളക്ട് ചെയ്യുന്നെങ്കിൽ അതിലൊരിക്കലും ഡാറ്റ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, ആ ഒരു ക്വാളിറ്റിയുടെ ബേസിലാണ്, നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഡാറ്റയാണ് അല്ലെങ്കിൽ ഇൻഫോർമേഷനാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിസിഷൻസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അല്ലേ. ഇനി അതല്ല, ഒരു ഡാറ്റ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു രീതിയിലാണെങ്കിൽ ക്വാളിറ്റി ഒന്നുമില്ല, എൻഷുർ ചെയ്തിട്ടില്ലാത്തൊരു ഡാറ്റ നമുക്ക് ഒന്നിനും കൊള്ളില്ല. ഓക്കെ, അതാണ് ഡാറ്റ ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു ടേം. ഇനി വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഡാറ്റ ക്വാളിറ്റി? നമ്മൾ സാധാരണ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്ന ഓരോ ഡാറ്റയും അത് 2-3 അത്രയും സ്ക്രൂട്ടിൻ ചെയ്തിട്ടാണ് അവർ നമുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു കമ്പനി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ ഒരു ഗവൺമെൻറ് ആയിക്കോട്ടെ, ഇതെല്ലാം അവർ നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ടാണ് എപ്പോഴും അല്ലെങ്കിൽ എൻഷുർ ഡാറ്റയുടെ ക്വാളിറ്റി അവർ എൻഷുർ ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, മോർ ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്. ഡെഫിനറ്റ്ലി നമുക്കൊരു ഡിസിഷൻ മേക്കിങ്ങിന് ആ നല്ലൊരു ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഇൻഫോർമേഷൻ, ആ കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നോളജ്, ആ ഒരു നോളജ് ഒരു ഇൻഫോർമേഷൻ്റെ ബേസിസിൽ നമുക്ക് നല്ലൊരു ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ബെറ്റർ കസ്റ്റമർ ടാർഗറ്റിംഗ്.
ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ലെവൽ അത് ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ കൺക്ലൂഷനോ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനായിട്ട് ഒന്നും പറ്റുന്നില്ല. ഒരു ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ല. എത്രത്തോളം ഉണ്ട് ഒരു പ്രൊഡക്റ്റിനുള്ള സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഒന്നും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കാൻ പറ്റുമോ? നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. ആ ഒരു എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ഡിസിഷൻ്റെ ബേസിസിൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടുതൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും. നെക്സ്റ്റ്, ദ മോർ എഫക്റ്റീവ് കണ്ടൻറ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പെയിൻസ്. നമുക്ക് നല്ലൊരു അഡ്വർടൈസ്മെൻറ്റ് നടത്തണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബിലൊരു വീഡിയോ നമുക്ക് കാണുകയാണെങ്കിൽ ഇപ്പോൾ ഏതും ആയിക്കോട്ടെ, നമുക്ക് എന്ത് വരുന്നുണ്ട്? ഓരോ സർവേകൾ വരും അല്ലേ? ഇന്ന പ്രൊഡക്റ്റിന് എങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. ഇനി അതല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു സൈറ്റാണ് ഓപ്പൺ ആക്കുന്നതെങ്കിൽ അതിന് എന്തെങ്കിലും സർവേ പോലെ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇൻഫോർമേഷൻ നമ്മളറിയാതെ തന്നെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഓരോ കമ്പനികൾ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ബേസിസിൽ നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ് അല്ലേ? നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ, ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു വട്ടം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഒരു ഐറ്റം 2-3 ഐറ്റം എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം മുതലേ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ വാങ്ങിക്കും അല്ല, അത് അവർ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. എന്താണ്? അവർ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കസ്റ്റമർ CRM എന്നൊരു ടേം അല്ലേ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, അത് ആ ഒരു ഡാറ്റയിലൂടെ അവർ അല്ലെങ്കിൽ ആ ഡാറ്റാ ബേസിലൂടെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈസി ടു യൂസ് അല്ലേ? നമുക്ക് ഈ ഡാറ്റ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കാനായിട്ടായിരിക്കാം, എന്തെങ്കിലും ഗവൺമെൻറ് രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ക്വാളിറ്റി ഡാറ്റ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ നല്ല രീതിയിൽ നമുക്കൊരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത, ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. നമ്മൾ നല്ല രീതിയിൽ ഒരു കസ്റ്റമറിന് അല്ലെങ്കിൽ മാർക്കറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരുടെ ഡാറ്റ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി മാക്സിമം ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നെക്സ്റ്റ്, ഇംപ്രൂവ്ഡ് കസ്റ്റമർ റിലേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടേം തന്നെയാണ് CRM. കസ്റ്റമറായിട്ട് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. ഇനി അതിൻ്റെ കമ്പോണൻസ്. ഇപ്പോൾ ഡാറ്റ ക്വാളിറ്റി നമ്മൾ പറഞ്ഞു അല്ലേ? ഡാറ്റ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് നല്ല രീതിയിൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള ആ ഒരു ഡാറ്റേനാണ് നമ്മൾ ഡാറ്റ ക്വാളിറ്റി എന്ന് പറഞ്ഞത്. അതിൽ വരുന്ന കമ്പോണൻസ് ഏതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. എന്തൊക്കെ വേണം ഒരു ഡാറ്റ ക്വാളിറ്റി ആകുമ്പോൾ? അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കണം. ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് എടുക്കേണ്ട ഡിസിഷൻ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. അതിന് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കുന്നതിൽ കാര്യമുള്ളൂ ഇല്ല. ടൈമിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ട? ഒരു ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട്. വാലിഡിറ്റി ചെക്ക് ചെയ്യണം. റെലവൻറ്റ്, അതായത് നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന ആ ഒരു സോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ അത് നമുക്ക് അത്രയും റെലവൻ്റ് ആണോ? അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഒരു തരത്തിൽ ഡിസിഷൻ മേക്കിങ്സ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അതിൽ ഡാറ്റ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം. നമുക്ക് കുറച്ച് പേര് നമുക്ക് ഡാറ്റ തന്നു, കുറച്ച് പേര് ഡാറ്റ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഡാറ്റ കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ 6 കമ്പോണൻറ്റും ഇൻവോൾവ്ഡ് ആയാൽ മാത്രമാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ ക്വാളിറ്റി ഉള്ളതാണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അടുത്തത്, എങ്ങനെ നമുക്കൊരു ഹൈ ക്വാളിറ്റിയുള്ള ഡാറ്റയെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും? ഒരു പ്ലാനോട് കൂടി, അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഒരു ഡാറ്റ കറക്ഷന്, ഇപ്പോൾ നമുക്കറിയാം കിട്ടിയിട്ടുള്ള ഡാറ്റയെ നമുക്ക് ചിലപ്പോൾ കറക്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിനൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. പിന്നെ അത് ഇൻറ്റഗ്രേഷൻ, അതായത് നമുക്ക് കിട്ടിയിട്ട് ചിലപ്പോൾ പല വ്യക്തികളായിരിക്കും അത് കളക്ട് ചെയ്തിട്ടുണ്ടാവുക. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടി അല്ലെങ്കിൽ അതിനൊന്ന് കമ്പൈൻ ചെയ്യേണ്ടി വരും. ഇതിനത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോഴും നമുക്ക് കെയർ ആയിരിക്കണം അല്ലേ? കെയർഫുൾ അല്ലെങ്കിൽ അത് അവർക്ക് ആവശ്യമില്ലാത്ത
ഇൻഫോർമേഷനാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് പാസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളെപ്പോഴും അതിനൊരു പ്ലാൻഡ് ആയിരിക്കണം. ആൻഡ് സെറ്റ് ദ ഗോൾസ് ഫോർ ദ ഓൺ ഗോയിങ് ഡാറ്റ കളക്ഷൻ. ഇതിലുപരി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് വേണം? ഗോൾ ചെക്ക് ചെയ്യണം. നമ്മളത് നമ്മുടേതായ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ പ്രകാരമല്ലേ നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഡാറ്റ കറക്ഷൻസ് നടത്തണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വേണം നമുക്ക് ഈ ഡാറ്റ ക്വാളിറ്റി എൻഷുർ ചെയ്യാനായിട്ട്. അടുത്തൊരു ലാസ്റ്റ് ടേമാണ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി. നമുക്ക് ഇൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ഡാറ്റയുടെ ഒരു ഇൻറ്റഗ്രേഷൻ മിക്കതും നമുക്ക് പോസിബിൾ ആവാറില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചെക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഡാറ്റ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ ആ ഒരു ഓരോ ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്? ഒന്ന് യൂണിഫോമിറ്റി, വേർഷൻ, കംപ്ലീറ്റ്നെസ് ചെക്ക്, കൺഫോമിറ്റി ചെക്ക്. അതായത് ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഓരോ ഡാറ്റയും തമ്മിലുള്ള ഒരു ഇൻറ്റഗ്രേഷൻ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാനാണ് യൂണിഫോമിറ്റി ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഏത് വേർഷനിലാണ് നമ്മളത് കളക്ട് ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ കൺഫോമിറ്റി. ഇതിനെല്ലാം രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ഡാറ്റ ഇൻറ്റഗ്രേഷൻ എന്ന ഒരു ടേം നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഡാറ്റയെ നമ്മൾ ആദ്യം ഡാറ്റയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് കണ്ടു. അതായത് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ 3 തലങ്ങളാണ്. ഒന്ന് ഡാറ്റ, ഇൻഫോർമേഷൻ ആൻഡ് നോളജ്. ദെൻ ഡാറ്റ ടൈപ്സ് കണ്ടു, ഡാറ്റ കളക്ഷൻ മെത്തേഡുകൾ കണ്ടു, പ്രൈമറി ആൻഡ് സെക്കൻഡറി. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ടേം ആയിരുന്നു ഡാറ്റ ക്വാളിറ്റി. അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ കമ്പോണൻസ് വേണം, എങ്ങനെ നമുക്കൊരു ഡാറ്റ ക്വാളിറ്റിയുള്ള ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ലാസ്റ്റ് വൺ ഡാറ്റ ഇൻറ്റഗ്രിറ്റി. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്, കാരണം നമുക്ക് അറിയുന്ന ടേംസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് ലിസൺ ചെയ്യുക ആൻഡ് നോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്.